ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ്. അപ്പോൾ ഇന്നത്തെ തീയതി എന്ന് പറയുന്നത് ഡിസംബർ 8. അപ്പം ഈ പാലായുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശവാസികൾക്കൊക്കെ ഏകദേശം അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള ജൂബിലി തിരുനാളാണ്. അതായത് പാല അമലോത്ഭവ ദേവമാതാവിൻ്റെ ജൂബിലി തിരുനാൾ. അപ്പം ഈ ഒരു പള്ളിയുടെ ചരിത്രം എന്ന് പറയുമ്പം ഇത് 1953 പാലാ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിട്ടുള്ള മാർ സെബാസ്റ്റ്യൻ വയലിൽ ആണ് ഈ ഒരു പള്ളിക്ക് തറക്കല്ലിടുന്നത്. ശേഷം 23.5 വർഷം എടുത്താണ് പള്ളിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 1977 ഡിസംബറിലാണ് നമ്മൾ ഈ കാണുന്ന പള്ളിയുടെ കൂദാശ നടത്തിയത്. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് രാവിലെ 10:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 മണിക്കൂറുടെ കഴിയുമ്പം ജൂബിലി തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടത്തുന്ന കലാരൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും വളരെ ദൃശ്യവിസ്മയം തരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥരുടെയും ഒരു ആഘോഷം തന്നെയാണ് പാലാ ജൂബിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര പാലാ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനിൽ വെച്ചാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീനച്ചിൽ കർത്താക്കന്മാരുടെ പിൻതലമുറക്കാരനും ഇപ്പോഴത്തെ മീനച്ചിൽ കർത്താവുമായിട്ടുള്ള സർവശ്രീ ദാമോദർ സിൻഹർ ഗോപിനാഥൻ കർത്തയാണ് ഇന്നത്തെ ഈ ഒരു ജൂബിലിയുടെ സാംസ്കാരിക ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ജൂബിലിയുടെ ആഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാരും വൈദിക ശ്രേഷ്ഠന്മാരും പൗരപ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഈ ഒരു സാംസ്കാരിക ഘോഷയാത്രയിൽ നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഏകദേശം 40ഓളം കലാരൂപങ്ങൾ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ കാണുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ആനയൊന്നുമല്ല, ഏകദേശം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ആനയാണ്. എന്തായാലും ഇതുണ്ടാക്കിയിട്ടുള്ള കലാകാരന്മാർക്ക് ഒരു പ്രത്യേക ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. എന്തായാലും വളരെ രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മാർഗം കളിയാണ്. എന്തായാലും ഈ പാലായിലെ ഈ കൊടും ചൂടിൽ ഈ ഒരു ചെരുപ്പൊന്നുമില്ലാതെ തന്നെ ഈ ഒരു കലാകാരിമാർ അവതരിപ്പിച്ച ഈ ഒരു മാർഗം കളി അവിടെ നിന്ന് എല്ലാവർക്കും തന്നെ വളരെ വർണ്ണവിസ്മയം നൽകുന്ന കാഴ്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു കൂട്ടം കലാകാരന്മാർ ചെണ്ട കൊട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ചെണ്ട കൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാണുന്നത് അമ്മൻകുടമാണ്. അമ്മൻകുടം അത് നമുക്ക് ഇതുപോലുള്ള ഘോഷയാത്രയിലും വളരെ റെയറായിട്ട് കണ്ടുവരുന്നൊരു കലാരൂപമാണ് അമ്മൻകുടം. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിനകത്തുള്ള പല കലാകാരന്മാരും ചെരുപ്പ് പോലും ഇടാതെയാണ് ഈ പൊരി വെയിലത്ത്, അതായത് നല്ല ചൂടുണ്ട്, ഈ റോഡിലൊക്കെ നല്ല ചൂടുണ്ട്, അപ്പോൾ ഈ പൊരി വെയിലത്ത് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്നത് ഇത് ഫിഷ് ഡാൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, ഇങ്ങനൊരു പരിപാടി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന്. കാരണം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇത് മേക്കപ്പ് ചെയ്തെടുക്കാനും ഇതിനകത്ത് സെറ്റാകാനും പിന്നെ ഇതിനകത്ത് ആൾ നിൽക്കണമല്ലോ, എല്ലാം പറഞ്ഞു കൊടുക്കാനും എടുക്കാനും ഒക്കെ ഒരുപാട് എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും വളരെ രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം അതിൻ്റെ തൊട്ട് പുറകെ വന്നേക്കുന്ന ഒരു അടുത്തൊരു കലാരൂപം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വെസ്ലോ വിസ്കി ഡാൻസ് എന്നാണ് ഈ കാണുന്ന ഒരു കലാരൂപത്തിന് പറയുന്ന ഒരു പേര്. കണ്ടോ, ഇതിനടിയിൽ ഒരു കുട പോലൊക്കെ നിർത്തി. കാരണം നേരിട്ട് കാണുമ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത് ഈഗിൾ ഡാൻസ്. ഇത് കണ്ടല്ലേ, ഈ ഒരു കലാകാരന്മാരുടെ ഈഗിൾ ഡാൻസ് ഒരുപാട് എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നല്ല ഹെവി വെയിറ്റ് ഉണ്ട് ആ സാധനത്തിന്, ആ ഒരു ഈഗിളിന് ഹെവി വെയിറ്റ് ഉണ്ട് ആ ഈഗിളിൻ്റെ രൂപത്തിന്. രസമായിരുന്നു കേട്ടോ, വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ ബുദ്ധിമുട്ടി ഈ വെയിലത്ത്, എന്തായാലും രസമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ നമ്മളുടെ കേരള തനിമയോതുന്ന കലാരൂപങ്ങൾ, കഥകളി, പിന്നെ പുലികളിയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ രസമായിരുന്നു കേട്ടോ. നമ്മുടെ പുലികളുടെ ഡാൻസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുൻപോട്ട് വരുമ്പം അടുത്തൊരു കലാരൂപം. ഇപ്പോൾ ഈ ഒരു കലാരൂപത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഡോൾ ഡാൻസ് എന്നാണ് പറഞ്ഞത്, ഡോൾ ഡാൻസ്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഫസ്റ്റ് അനുഭവമായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ അതിനുശേഷം കണ്ടതൊരു ചെറിയൊരു ഫ്ലോട്ട്. അപ്പോൾ ഇത് ഒരു ഒറിജിനാലിറ്റി, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. കാരണം ഇതൊരു പാലായുടെ ഒരു പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി വള്ളത്തെ പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. രസമുണ്ടായിരുന്നു കേട്ടോ, കാരണം ഒരു ഒറിജിനൽ ഫീൽ വരുമായിരുന്നു. പിന്നീട് കണ്ടത് നമ്മുടെ ക്രിസ്മസ് പപ്പയാണ്. ക്രിസ്മസ് പപ്പ തൻ്റെ റെയിൻ ഡിയറിനെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു
അതും ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ. കാര്യം എന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകിലെടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തായാലും വർണ്ണശബളമായിട്ടുള്ളൊരു ആഘോഷം തന്നെയായിരുന്നു പാലാ ജൂബിലിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. കാരണം ഇത് കണ്ടില്ലേ, വളരെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാണാനുമുണ്ട്. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാലേ അത് ഫീൽ ചെയ്യുള്ളൂ. പിന്നെയുള്ളത് 2 വീലർ ഫാൻസി ഡ്രസ്സ് കാഴ്ചകളായിരുന്നു. അപ്പോൾ അത് 2 വീലറിൽ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ പഴയ പൗരാണികമായിട്ടുള്ള ഓരോ കാഴ്ചകൾ, പുതിയ കാഴ്ചകൾ, അങ്ങനെ ഓരോരോ വ്യക്തികളും അതുപോലെ തന്നെ കണ്ടില്ലേ പട്ടാളക്കാർ, ഓരോരോ പ്രത്യേക തരത്തിലുള്ള വേഷങ്ങളും കാര്യങ്ങളൊക്കെ 2 വീലർ സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ നമ്മുടെ ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ കൂട്ടത്തിലിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വളരെ രസമുണ്ട് കേട്ടോ. എന്തായാലും അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ. കാര്യം നമ്മുടെ ഈ പാലാ ജൂബിലിക്ക് വന്നാൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. പാലായിൽ നാനാജാതി മതസ്ഥരും ഒത്തുകൂടുന്ന ഒരു ആഘോഷമാണ് ഈ പാലാ ജൂബിലി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ കാണുന്നത് ബൈബിൾ ടാബ്ലോ മത്സരങ്ങളാണ്. അതിൻ്റെ പ്ലോട്ടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പ്രതിമകളാണെന്ന് തോന്നും. കാരണം ഒന്നും അനങ്ങുന്നേ ഇല്ല, വളരെ നിശ്ചലമായിട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ റിയലായിട്ടുള്ള മനുഷ്യർ തന്നെയാണ്, അവരനങ്ങാതെ നിൽക്കുന്നതാണ്. നോക്കി, അവർ മുടി പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ രസമായിട്ടുള്ള കാര്യം. കാരണം ഇതെല്ലാം ബൈബിളിലെ കഥകളാണ്. ആ കഥകൾ വളരെ ഭംഗിയായിട്ട് തന്നെ ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ഇവരുടെ ഈ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടാബ്ലോകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ കഥകളൊന്നും പറയാനറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗങ്ങളാണ് ബൈബിളിലെ ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഓരോ നിശ്ചല ദൃശ്യങ്ങളും വളരെ മികവുറ്റ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് സിംഹത്തിൻ്റെ കൂട്ടത്തിൽ അകപ്പെട്ട ദാനിയേലിനെ ദൈവം രക്ഷിക്കുന്ന ഒരു പ്ലോട്ടാണ്. പിന്നെ നിശ്ചല ദൃശ്യങ്ങൾ മാത്രമല്ല, ചലിക്കുന്ന ദൃശ്യങ്ങളും ചലിക്കുന്ന പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നാരായണത്ത് ഭ്രാന്തനും ചുടലേഷി എന്നുള്ളൊരു പ്ലോട്ടായിരുന്നു. പിന്നെ ഇതടുത്തത് ഇതെന്താന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞത് മറ്റേ ഈ കുടത്തിൽ നിന്നിങ്ങനെ പൊങ്ങി വരുന്നൊരു ഭൂതത്തിൻ്റെ ആയിരുന്നു. അത് രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മേക്കപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മേക്കപ്പുകളായിരുന്നു. ഓരോ വർഷം കഴിയും തോറും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ഒരുപാട് കാഴ്ചകളുടെ അനുഭവമാണ് ഓരോ പാലാ ജൂബിലിയും നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം പാലാ ജൂബിലി തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജൂബിലിയിലൊക്കെ പങ്കെടുത്തിട്ട് തിരികെ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപമുള്ള പാപ്പച്ചൻ ചേട്ടൻ്റെ കടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇഞ്ചി നാരങ്ങയുള്ള സർബത്തൊക്കെ കുടിച്ച് ഇനി വീട്ടിലേക്ക് മടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.